ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ നിൽക്കുന്നത് ലക്ഷ്മി വിലാസം പാലസ്, ലക്ഷ്മി വിലാസം കൊട്ടാരം, വഡോദര, ഗുജറാത്ത്. ഞങ്ങൾ 27 രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പ്, നാക്കും തിരിയുന്നില്ല സുഹൃത്തുക്കളെ, ക്ഷമിക്കണം. അപ്പോൾ 27 പേരടങ്ങുന്ന ഒരു ടീം യാത്രി ടൂർ ഏജൻസിയുടെ നേതൃത്വത്തിൽ ഗുജറാത്ത് എക്സ്പെഡിഷന് വേണ്ടി വന്നിരിക്കുകയാണ്. വഡോദര ഇന്നലെ വന്നിറങ്ങി. ഇന്ന് രാവിലെ ഇപ്പോൾ കാണുന്നത് വഡോദരയിലെ പാലസാണ്, ലക്ഷ്മി വിലാസം പാലസ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാലസാണ്. ബക്കിംഗ്ഹാം പാലസിൻ്റെ 4 ഇരട്ടിയാണ് ഇതിൻ്റെ വലിപ്പം. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാലസ് എന്നറിയപ്പെടുന്ന ലക്ഷ്മി വിലാസം പാലസാണ്. ദാ നമ്മുടെ ഒരു സുഹൃത്ത് പൂർവികൻ പോകുന്നത് കാണാം. എന്താ പുള്ളിക്കാരൻ്റെ കഴിവ്. അപ്പോൾ ലക്ഷ്മി വിലാസം പാലസ് കാണുന്നതിന് വേണ്ടി യാത്രിയിലെ അംഗങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി വിലാസം പാലസ് എന്ന് പറയുന്ന ബൃഹത്തായ പാലസിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനുള്ള തത്രപ്പാടിലും ബദ്ധപ്പാടിലുമാണ് നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പോൾ എല്ലാവരും അണിനിരന്നിരിക്കുകയാണ്. നമുക്ക് പരിചയമുള്ള ആളുകളെല്ലാം ഉണ്ട്. എല്ലാവരും നിൽക്കുന്നുണ്ട്. ഹായ് ഹായ് ഹായ്. നമുക്ക് പരിചയമുള്ള ബേബി മാഡമാണ് ഇപ്പോൾ കൈ കാണിച്ചത്. ഇത് വിജയഗോപാൽ സാറ്. ഇന്നലെ ഞങ്ങൾ ടൗണ് മൊത്തം ചുറ്റിക്കറങ്ങി. അപ്പോൾ രമാദേവി മാഡം, ഹമീദ മാഡം, പിന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഓക്കെ ബ്ലോഗറെ കൂടെ അവിടെ നിൽക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് നിൽക്കുന്നതാണ്. സുഹൃത്തുക്കളെ, അദ്ദേഹം എടുക്കുകയാണ് ഫോട്ടോയ്ക്കൊന്ന് പോസ് ചെയ്യാം, അതും ഒരാവശ്യമാണ്. പേരെന്ന് പറയൂ. നമ്മുടെ സുപ്രസിദ്ധനായ ഫോട്ടോഗ്രാഫർ സാർ, നിങ്ങളുടെ പേര്? താങ്കളുടെ പേര്? വെങ്കട്ട്. സാറോട് ഒന്ന് നിൽക്കണം, ഞാനൊന്ന് എടുക്കാം. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ഗേക്വാദ് മഹാരാജാക്കന്മാരുടെ പാലസ്, ലക്ഷ്മി വിലാസം പാലസാണ്, പ്രിമൈസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗൈഡ് ജനക് ജോഷി എന്ന് പറയുന്ന ഒരു എക്സ്പെർട്ട് ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കും. ഗുഡ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ യാത്രയുടെ ടൂർ മാനേജർ വിജിത് കുമാർജി ഇവിടെയുണ്ട്. കാര്യങ്ങളൊക്കെ ഭംഗിയായി ഓർഗനൈസ് ചെയ്ത അദ്ദേഹമാണ് വിജിത് കുമാർ. जो महिला के 2 नाम होते हैं, शादी के पहले का नाम अलग होता है, शादी के बाद नाम अलग होता है. शादी के पहले चिमनाबाई, यहाँ आने के बाद लक्ष्मी हो गया. तो ये जो पूरा पहले से लक्ष्मी विलास है, ये आप बैक साइड में खड़े हो. यहाँ जो भी आज देखने को मिलेगी, ज़्यादा करके बाहर से आज आपको देखने को मिलेगी. सबसे पहले ये जो पेंटिंग है, इसको बोलते हैं मोरानु कलाकृति. प्रिय സുഹൃത്തുക്കളെ, ലക്ഷ്മി വിലാസം കൊട്ടാരം 1890 പണി കഴിപ്പിച്ച ലക്ഷ്മി വിലാസം കൊട്ടാരം. ഇതിൻ്റെ ശില്പകല എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യനാണ്. അപ്പോൾ അതിമനോഹരമായ ശില്പകലയാണ്. ഇവിടെ ഒരു പെയിൻറ്റിങ് കാണാം. ഇത് ഇൻഡോ യൂറോപ്യൻ പെയിൻറ്റിങ് രീതി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു രീതിയാണ് കാണുന്നത്. പെയിൻറ്റർ ആരാണെന്ന് അത്ര അങ്ങോട്ട് വ്യക്തമല്ല. കൊട്ടാരത്തിൻ്റെ പ്രിമൈസാണ് കാണുന്നത്.
ഗൈഡ് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് കൂടുതൽ കേൾക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അല്ലാതെ തന്നെ എടുക്കുകയാണ്. മനോഹരമായ കലമാൻ പ്രതിമ, മനോഹരമായ പ്രമൈസ്. ഇവിടെ ഒരു ഗോൾഫ് കോഴ്സ് ഉൾപ്പെടെ ഉണ്ട്. 500 ഏക്കറിലാണ് ഇത് നിലകൊള്ളുന്നത്. ഏറ്റവും വലിയ പ്രൈവറ്റ് പാലസ് എന്നറിയപ്പെടുന്നതാണ് ലക്ഷ്മി വിലാസം കൊട്ടാരം. ഗെയ്ക്വാദ് രാജാക്കന്മാർ, ബറോഡ ഭരിച്ചിരുന്ന ബറോഡയിലെ രാജാക്കന്മാരാണ് പണി കഴിപ്പിച്ചത്. മനോഹരമായ ശില്പകല, ഇൻഡോ യൂറോപ്യൻ സ്റ്റൈൽ ശില്പകല, അതിമനോഹരമായ പെയിൻറ്റിങ്. മനോഹരമായ പെയിൻറ്റിങ്. നോ എൻട്രി എന്ന് എഴുതിയിരിക്കുന്നത് നോക്കണ്ട, 10 മണിക്കേ തുറക്കുള്ളൂ. അതാണ് മനോഹരമായ പ്രിമൈസ്. വളരെ മനോഹരമായി അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഗെയ്ക്വാദ് രാജാക്കന്മാരെന്നറിയപ്പെടുന്ന രാജാക്കന്മാർ 1890 പണി കഴിപ്പിച്ച ഏറ്റവും ബൃഹത്തായ കൊട്ടാരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി വിലാസം കൊട്ടാരം. 500 ഏക്കർ. ഇത് മൊത്തം നടന്ന് കാണാൻ എളുപ്പമല്ല. കുറച്ച് ഭാഗങ്ങൾ ഒക്കെ കാണാൻ. ഗോൾഫ് കോഴ്സുണ്ട്, പിന്നെ ഒരു സ്റ്റെപ്പ് വെല്ലുണ്ട് ഒക്കെ. ഈ പ്രിമൈസ് വളരെ മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നു. ഗൈഡ് അവിടെ പറയുന്നു. അത് കേട്ടിട്ട് എനിക്ക് വിശദീകരിക്കാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരിട്ട് ചിത്രീകരിക്കുകയാണ്. ഗെയ്ക്വാദ് രാജാക്കന്മാരിലെ 3ാമത്തെ ഗെയ്ക്വാദ് രാജാവ് മഹാരാജ സായാജി റാവു ഗെയ്ക്വാദ് 3. മഹാരാജ സായാജി റാവു ഗെയ്ക്വാദ് 3ാമനാണ് ഇത് പണി കഴിപ്പിച്ചത്. അപ്പോൾ ഇത് മഹാരാജാക്കന്മാരുടെ അനന്തരാവകാശികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിലെ പ്രൈവറ്റ് സമുച്ചയങ്ങളിൽ, പ്രൈവറ്റ് വസതികളിൽ ഏറ്റവും വലിയ വസതിയാണ് ലക്ഷ്മി വിലാസം കൊട്ടാരം, വഡോദര, ഗുജറാത്ത്. അപ്പോൾ ഗുജറാത്തിൽ വന്നിട്ട് ആദ്യം കാണുന്നത് ഇതാണ്. ഇതിനകത്ത് ക്യാമറ പ്രവേശിപ്പിക്കാൻ കഴിയുമോ എന്നറിയില്ല. കഴിയുന്ന പക്ഷം അത് കാട്ടിത്തരുന്നതാണ്. നമ്മുടെ പ്രഗത്ഭനായ ഗൈഡ് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എല്ലാവരും കേട്ട് മനസ്സിലാക്കുന്നുണ്ട്. टूर मैनेजर विजित कुमार. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയാണ്. കാരണം മനോഹരമായ ബൃഹത്തായ കൊട്ടാരം, മനോഹരമായ പെയിൻറ്റിങ്. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയും സന്തോഷവും നമ്മുടെ യാത്രികരുടെ മുഖത്ത് കാണുന്നുണ്ട്. ഇതാണ് യാത്രി ടീം അംഗങ്ങൾ. ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടാണ്. അപ്പോൾ മനോഹരമായ ഈ കൊട്ടാരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സംതൃപ്തിജനകമായ കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഹലോ, നമ്മുടെ സന്ധ്യ മാഡമാണ്. ശ്രീകുമാർ സാർ ഒരു ഗണിതാധ്യാപകനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിവരണം സൂക്ഷ്മവും കൃത്യതയുള്ളതുമായിരിക്കും. എല്ലാവരും അദ്ദേഹത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ലക്ഷ്മി മാഡത്തിന്റെ നല്ല വാക്കുകൾക്ക് വളരെ വളരെ, സന്ധ്യ മാഡം എനിക്കെപ്പോഴും ലക്ഷ്മിയെ പോലെയുള്ള സന്ധ്യ മാഡം ഇതിൻ്റെ വാക്കുകൾക്ക് വളരെ വളരെ നന്ദി. അപ്പം എല്ലാവരും അവിടെ ഇരിക്കുകയാണ്.
യാത്രി ടീമിലെ ലേഡി അംഗങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അല്ല, വളരെ ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അതിൻ്റെ സന്തോഷവും പ്രാസാദവും മുഖത്ത് കാണുന്നും ഉണ്ട്. ഓ പിന്നല്ലാതെ തീർച്ചയായിട്ടും ഞാൻ ഗ്രൂപ്പിലും ഇടാം. ഒന്ന് കുറച്ച് എഡിറ്റൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ലക്ഷ്മി വിലാസം പാലസ് വളരെ മനോഹരമായ ശില്പകലയാണ്. ഇൻഡോ യൂറോപ്യൻ ശില്പകലയ്ക്ക് നിദർശനമാണ്. അപ്പോൾ ഇത് പണി കഴിപ്പിച്ചത് പറഞ്ഞല്ലോ നേരത്തെ, മഹാരാജ സായാജി റാവു ഗെയ്ക്വാദ് മൂന്നാമൻ. ശില്പി, ഇതിൻ്റെ ശില്പി ഒരു പ്രഗത്ഭനായ യൂറോപ്യൻ ശില്പിയാണ്. മേജർ ചാൾസ് മണ്ട് എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായ യൂറോപ്യൻ ശില്പിയാണ് ഇതിൻ്റെ ആർക്കിടെക്റ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രിമൈസാണ് കാണുന്നത്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരിക്കുകയാണ്. പലരും ഇതിൻ്റെ പ്ലാൻ കണ്ടെത്തി ഇതുപോലെ കേരളത്തിൽ ചെന്ന് വീട് പണിതാൽ പോലും തെറ്റില്ല എന്നും അഭിപ്രായപ്പെടുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഇത്ര മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു നോക്കുക. ഇതൊക്കെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയ്ക്ക് വേണ്ടി എന്തൊക്കെയോ പണികൾ നടക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ആ ഭാഗത്ത് മഹാരാജാവിൻ്റെ ഗെയ്ക്വാദ് ഫാമിലിയുടെ അനന്തരാവകാശികൾ താമസിക്കുന്ന ഭാഗമാണ്. ആ ഭാഗത്തേക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല. ആ ഭാഗം അത് ഇതിൻ്റെ മഹാരാജാവിൻ്റെ ഗെയ്ക്വാദ്. ഹലോ, അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ലക്ഷ്മി വിലാസം പാലസ് കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അകത്ത് ഉള്ള കാഴ്ചകൾ കാണിക്കാൻ പറ്റാതിരുന്നതിൽ ഖേദമുണ്ട്. അത് പ്രൊഹിബിറ്റഡാണ്, അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് കാണിക്കാൻ പറ്റാതിരുന്നത്. നമ്മുടെ രവിവർമ്മയുടെ പെയിൻറ്റിങ്ങും ഒക്കെ ഉണ്ട്. വളരെ മനോഹരമായ കുറച്ച് ശില്പങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ രവിവർമ്മയുടെ വളരെ മനോഹരമായ പെയിൻറ്റിങ്ങുകൾ, അതിനു പുറമെ ഈ പെയിൻറ്റിങ്ങുകളുടെ പ്രിൻ്റുകൾ വിൽക്കുന്ന ഒരു ചെറിയ സംവിധാനവും അതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ രവിവർമ്മ മഹാരാജാവിൻ്റെ മഹത്വം മനസ്സിലാക്കുകയും ആ പെയിൻറ്റിങ്ങുകൾ സൂക്ഷിക്കുകയും അതിൻ്റെ പ്രിൻ്റുകൾ വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സംവിധാനം എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായും അഭിമാനിക്കാം. അതിൽ ഒരു പെയിൻറ്റിങ് നമ്മുടെ സീതാദേവി ലവകുശന്മാർ മഹാരാജാവ് ശ്രീരാമചന്ദ്രനെ സന്ദർശിക്കുന്ന ഒരു രംഗം വളരെ ഗംഭീരമായ ഒരു പെയിൻറ്റിങ്ങാണ്. അത് ലവകുശന്മാർ കുട്ടികൾ ശ്രീരാമചന്ദ്ര മഹാരാജാവിൻ്റെ സമീപത്ത് നിൽക്കുന്നു. മഹാരാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നു. സീതാദേവി ഭൂമി പിളർന്ന് അന്തർധാനം ചെയ്യുന്ന ആ ഒരു രംഗം വളരെ മഹത്തായ പെയിൻറ്റിങ് ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സമ്പാദിച്ച് സൂക്ഷിച്ച നമ്മുടെ മഹാരാജാവ് ഗെയ്ക്വാദ് രാജാവ് 3 സയാജി റാവു ഗെയ്ക്വാദ് 3-ന് നമ്മൾ എത്ര അഭിനന്ദിച്ചാലും നമ്മൾ എത്ര ബഹുമാനിച്ചാലും അധികമാവുകയില്ല സുഹൃത്തുക്കളെ. ഓക്കെ.